ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ട്രാവൽ വ്ളോഗായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. ഞങ്ങൾ എല്ലാവരും കൂടെ വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. കുറച്ച് നാളത്തെ ഞങ്ങളുടെ ആഗ്രഹമാണ് വടക്കുന്നാഥ ക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോകണം, തൊഴണം എന്നൊക്കെ ഉള്ളത്. ഇപ്പോൾ കർക്കിടക മാസമൊക്കെ ആയ കാരണം ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് പ്ലാൻ ചെയ്ത് പോയി. ഇപ്പോൾ ഇതിൽ കാക്കാസിൽ മുഴുവൻ ആൾക്കാരില്ല കേട്ടോ, കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ അതേ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ അത്യാവശ്യത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ആ ചെരുപ്പുകളുടെ അതൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, നല്ല തിരക്കുണ്ടായിരുന്നു. എങ്കിലും നന്നായി തൊഴാനൊക്കെ പറ്റിയിട്ടോ. ഞങ്ങൾ വിചാരിച്ചു അകത്ത് നല്ല തിരക്കായ കാരണം മര്യാദയ്ക്ക് തൊഴാനും ഒന്നും പറ്റില്ലാന്ന്. പക്ഷെ നന്നായി തൊഴുതു കേട്ടോ. അടുത്തത് ഞങ്ങൾ പോയത് പാറമേക്കാവിലേക്ക് പോകുമ്പോഴേക്കും അവിടെ നട അടച്ചു. 11 മണി വരെ അല്ലേ ഉള്ളൂ അവിടെ. അപ്പോൾ നട അടച്ചു ഗൈസ്. അങ്ങനെ ഞങ്ങൾ തേക്കങ്ങാട് മൈതാനത്തിൽ കുറച്ച് റീൽസൊക്കെ നോക്കാമെന്നുള്ള നിലയ്ക്ക് അവിടെ പോയിരുന്നു. അപ്പോൾ പോയിരുന്നപ്പോഴാണ് അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു, മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു. ചെറുതായി മഴയൊക്കെ തൂളി തുടങ്ങി. അപ്പോൾ റീൽസൊന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഗൈസ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് സംതൃപ്തി അടഞ്ഞു. ഇത് ഞങ്ങൾക്കൊരു ചേച്ചി അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എടുത്ത് തന്ന കേട്ടോ. ഞങ്ങളിത് 7 പേരായിട്ടാണ് വടക്കുന്നാഥനിലേക്ക് പോയത്. അങ്ങനെ അവിടെ കുറച്ച് നേരം സെൽഫികളൊക്കെ എടുത്ത് അതേ മഴയൊക്കെ ഇപ്പോൾ തൂളി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കുടയൊക്കെ പിടിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കുറച്ച് ആൾക്കാരുടെ സെൽഫിയൊക്കെ എടുത്തു. റീൽസ് ഒന്നും പറ്റിയില്ല ഗൈസ്. റീൽസ് നല്ല നോക്കി പോയതാണ്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നമുക്കത് മാത്രമല്ല, വടക്കുന്നാഥ അമ്പലത്തിൻ്റെ ഉള്ളിൽ നമുക്ക് പെർമിഷൻ ഇല്ലല്ലോ, വീഡിയോസും ഫോട്ടോസും ഒന്നും എടുക്കാൻ പെർമിഷൻ ഇല്ലാത്ത കാരണം നമ്മൾ വീഡിയോസും ഫോട്ടോസും ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെ ഞങ്ങളുടേതായ കുറച്ച് സെൽഫികളൊക്കെ എടുത്തു. അപ്പോൾ ഇത്രയുള്ള ഗൈസ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.